ഞാൻ ചൂരക്കറി വെക്കാൻ പോവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച്, പിന്നെ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് അത് ചട്ടിയിൽ ഇടാൻ പോവാ. ഇടിയും കടയൊക്കെ ലാസ്റ്റ് പൊട്ടിച്ചിട്ട് ചതച്ചിട്ട് ഒരു മര വാടി വരുമ്പോൾ വേണം മുളകും ഇടാൻ. പനിയായതുകൊണ്ട് മൂക്കിനൊക്കെ ഒരു കിണുകിണൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം പനിയായിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുവാവയുണ്ട്. കുഞ്ഞുവാവക്ക് ഭയങ്കര നിർബന്ധമൊക്കെ കാരണം 2 പേർക്കും പനിയായിരുന്നു. അത് കാരണം പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഞാന് ശരിക്കും മാറിയിട്ടില്ല, എന്നാലും ഇന്ന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം എഴുന്നേറ്റ് ചെയ്യുന്നു. ചോറൊക്കെ രാവിലെ വെച്ച് ചായ മാത്രമേ ഇട്ടുള്ളൂ. കടയിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ച്. മഞ്ഞപ്പൊടി ഇടുവാണ്. അതുകൊണ്ട് 2.5 ഇച്ചിരി എരിവൊക്കെ വേണം. ചൂരക്കറി ആയതുകൊണ്ട് എരിവില്ലെങ്കിൽ കറിക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. ചെറുള്ളി മല്ലിപ്പൊടി ഒരു കുറച്ച് മതി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് ആയി വരണം. പിന്നെ ഇതിലോട്ട് ഇടുന്നത് ചൂടുവെള്ളം തിളപ്പിച്ചതാണ്. പുളി കഴുകി ചൂടുവെള്ളത്തിനകത്ത് ഇട്ടേച്ചതാണ്. തിളച്ചത് പറ്റിയിട്ട് പുളിയൊന്ന് വേകട്ടെ. എന്നിട്ട് അടുത്ത വെള്ളം ഒഴിച്ചിട്ട് കല്ലുപ്പാണ് ഇടുന്നത്. ഇതിന് ഉലുവയും വറുത്തിട്ടിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് ഇടുവുള്ളൂ. ഉലുവ വറുത്ത അതിന്റെ കരിവേപ്പിലയും കൂടി ഇച്ചിരി മൂപ്പിച്ച് ലാസ്റ്റ് ഇടുള്ളൂ. ചില ആൾക്കാരൊക്കെ ആദ്യമേ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് കറി വെക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ലാസ്റ്റാണ് എല്ലാം താളിച്ചിടുന്നത്. അപ്പൊ നല്ലോണം മുളകും പുളിയും എല്ലാം ഗ്രേവിയൊക്കെ കുറി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പെറുക്കി ഇടാം. ആവശ്യത്തിനുള്ള വെള്ളം. നമുക്ക് അധികം ചാറ് വെച്ചെന്നാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഗ്രേവിയായിട്ട് ഇങ്ങനെ കുറുകിയിരിക്കണം. ചൂരക്കറിയൊക്കെ അങ്ങനെ ഇരിക്കണം. ചാറായ കുളത്തില്ല. ഇനി തിളച്ചൊക്കെ കഴിയുമ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിനി മീൻ ഇടാൻ പോവാണ്. മീന് ഞാൻ നല്ലോണം ആദ്യമേ കല്ലുപ്പിൽ വെള്ളത്തിൽ ഇട്ടേക്കും. പിന്നെ അത് കഴിഞ്ഞ് പുളി വെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞ് മിനാരി വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെ ഞാൻ കറി വെക്കുന്നത്. എനിക്ക് ഒരു തുള്ളി പോലും ഈ ഉടുപ്പൊക്കെ ഉണ്ടാകാൻ ഇഷ്ടമല്ല. അത് കാരണം ഞാൻ അതൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ എടുക്കുള്ളൂ. മീനിനെയൊക്കെ ഒരുപാട് നേരം കഴുകി എല്ലാം നല്ല വൃത്തിയായിട്ട് എടുക്കത്തുള്ളൂ. നേരെ തീക്കത്തിരുന്ന് പറ്റി അത് വെന്ത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇറക്കണ സമയമാകുമ്പോൾ നമ്മൾ വറകൂടി അങ്ങോട്ട് താളിച്ച് അതിനകത്തോട്ട് ഇടുമ്പോൾ ഇന്നത്തെ ചൂരക്കറി റെഡിയായി. കഷ്ണം വാങ്ങിയതാ. എനിക്ക് പനിയായി ഇരുന്നുകൊണ്ട് മുറിച്ച് പീസ് മേടിച്ചോണ്ട് വന്നാൽ മതി എന്നുകൊണ്ട് പീസ് വാങ്ങിച്ചോണ്ട് വന്നതാ. അതാ കറി വെക്കുന്നത്. ഇന്ന് ചൂരക്കറി അടക്കലായി. ഇന്ന് കുറച്ച് കടുക്, 2 കരിവേപ്പിലയും 2 കിലോ ഉള്ളി കറിയിലോട്ട് ഇടുവാണേ. കുഞ്ഞാവ് എന്റെ കയ്യിലുണ്ട്. അത് കാരണം പേടിച്ച് വെച്ചാണ് ചെയ്യണം. ചുമന്നിരിക്കുന്ന കറി ഇന്നത്തെ
സൂരക്കറി. ഇനി അടുത്തത് അച്ചിങ്ങ മെഴുക്ക് പുരട്ടാൻ പോവുക. അച്ചിങ്ങെന്നും പറയും, ഒടിയമ്പയറെന്നും പറയും. വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞ് വെച്ചേക്കണേന് അച്ചിങ്ങയും പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം സാധനവും ഒന്നിച്ച് അങ്ങോട്ട് ഇടണം. പച്ചയൊക്കെ ഈ ദൂരത്ത് നിന്ന് ഇടുന്നത് കുഞ്ഞാളെ കയ്യിലുണ്ട്. കാരണം എത്രയും തിരക്ക് വേണം. ഞാൻ മൂടി വെക്കുന്നത് ഇടയ്ക്ക് മൂടി വെക്കുക. മൂടി വെച്ച് വെന്ത് കഴിഞ്ഞിട്ട് ഒരു വീണ് അമ്മ വീഴുക. ഇതാണ് ഉച്ചക്കത്തെ ഊണിനുള്ള കറികൾ. ചൂരക്കറി, അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയത്, കട്ടത്തൈര്, ഇഞ്ചിയും പച്ചമുളകും ചേർത്തുള്ള കട്ടത്തൈരാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിനുള്ള കറികൾ. 3 പാവക്ക ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇത് നേരത്തെ കറി വെക്കാൻ മേടിച്ച പാവക്കയുടെ കുരുവെല്ലാം കൂടി കൊണ്ട് ഞാൻ അവിടെ ഒരു വളത്തിന് വേണ്ടി ചെടിയുടെ കാന്താരിയുടെ ചുവട്ടിലിട്ടതാണ്. പക്ഷെ അത് അവിടെ കിടന്ന് വളർന്നു പുളിമരത്തെ കയറി. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇതിങ്ങനെ വിളഞ്ഞു കിടക്കുന്ന, അങ്ങനെ അത് പറിച്ചതാണ്. അങ്ങനെ 3 പാവക്ക കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറെ വീണ് കിടപ്പുണ്ട്. അത് പറിക്കാൻ നേരത്ത് വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇതിങ്ങനെ പറിച്ച്, ഇത് ഞങ്ങളുടെ കിഴക്കേ വീട്ടിൽ നിന്ന് തന്നതാണ്. ഈ പച്ചമുളകും ഈ വഴുതനങ്ങ അവർ രാവിലെ കൊണ്ട് തന്നാണ്. ഇത് ഞങ്ങൾ പിഴിയാൻ വേണ്ടി മേടിച്ച ചെറുനാരങ്ങ.